ലോകരാഷ്ട്രീയത്തിന്റെ ഗതിവിധി നിർണ്ണയിക്കുന്നിടത്തോളം പ്രധാന വിഷയമായി മാറിയിരിക്കുന്നു ഗസ. ഫലസ്തീൻ തെരുവുകളിൽ ഇസ്രായേൽ നരാധമന്മാർ കൊന്നൊടുക്കിയ കുഞ്ഞുങ്ങളെ ലോകം മറന്നിട്ടില്ല എന്നും മറവിക്ക് വിട്ടു നൽകുന്നില്ല എന്നും ഉറച്ചു പ്രഖ്യാപിക്കുന്നതായിരുന്നു UK-യിലെയും ഫ്രാൻസിലെയും തെരഞ്ഞെടുപ്പ് ഫലം. ഫലസ്തീന് വേണ്ടി സംസാരിച്ചവർ, ഇസ്രായേലിനെതിരെ ശക്തമായി നിലകൊണ്ടവർ വെന്നിക്കൊടി നാട്ടിയ തെരഞ്ഞെടുപ്പുകൾ. UK പാർലമെന്റിൽ പാലസ്തീൻ ബ്ലോക്ക് തന്നെ തീർത്തൊരു തെരഞ്ഞെടുപ്പ്. ഇസ്രായേൽ നരനായാട്ടിനെതിരെ ലോകത്ത് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ആ പ്രതിഷേധങ്ങളുടെ അലിയൊലി വ്യക്തമാക്കുന്നതായിരുന്നു UK തെരഞ്ഞെടുപ്പ് ഫലം. ഫലസ്തീൻ മാത്രം പ്രചാരണായുധമാക്കിയ 5 സ്ഥാനാർത്ഥികളാണ് അവിടെ വിജയിച്ചത്. UK-യിൽ ഭരണം പിടിച്ച ലേബർ പാർട്ടി നിലപാടിനോട് യോജിക്കാനാവാതെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയവരായിരുന്നു അവർ എന്നതാണ് ഏറെ ശ്രദ്ധേയം. പാർട്ടിയുടെ ഫലസ്തീൻ വിരുദ്ധത തന്നെയാണ് ഈ സീറ്റുകൾ പാർട്ടിക്ക് നഷ്ടപ്പെടുത്തിയത് എന്ന് ഇവരുടെ വിജയം തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് മിഡ്ലാൻഡിലെ വ്യാവസായിക നഗരത്തിലെ സീറ്റായ ലെസ്റ്റൺ സൗത്തിൽ ലേബർ ഷാഡോ ക്യാബിനറ്റ് അംഗം ജൊനാഥൻ ആഷ് വിർത്തിനെയാണ് 979 വോട്ടുകൾക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഷൗക്കത്ത് ആദം പരാജയപ്പെടുത്തുന്നത്. ഈ വിജയം ഗസക്ക് സമർപ്പിക്കുന്നു എന്നായിരുന്നു വിജയശേഷമുള്ള ആദമിൻ്റെ ആദ്യത്തെ പ്രസ്താവന. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ജെറമി കോർബിൻ്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി 1935 ശേഷമുള്ള ഏറ്റവും മോശമായ തോൽവിയിലേക്ക് കൂപ്പുകുത്തിയപ്പോഴും 67% വോട്ടുകൾക്ക് വിജയിച്ചയാളായിരുന്നു ആഷ്വർത്ത്. ലേബർ പാർട്ടിയുടെ കുത്തക സീറ്റായിരുന്ന ബ്ലാക്ക് ബേണും പാർട്ടിക്ക് നഷ്ടമായി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അദ്നാൻ ഹുസൈനാണ് ഇവിടെ വിജയിക്കുന്നത്. വംശഹത്യക്കെതിരായ പ്രതിഷേധ വോട്ട് എന്നാണ് തൻ്റെ വിജയത്തിൽ അദ്നാൻ പ്രതികരിച്ചത്. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ 18,304 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ ലേബർ പാർട്ടിയുടെ കേറ്റ് ഹോളിനെയാണ് അദ്നാൻ ഹുസൈൻ പരാജയപ്പെടുത്തിയത്. ഡ്യൂസ്ബറി, ബാറ്റ്ലി പ്രദേശങ്ങളും ലേബർ പാർട്ടിയെ കൈവിട്ടിട്ടുണ്ട്. മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഇക്ബാൽ മുഹമ്മദാണ് ഇവിടെ വിജയിച്ചത്. ഗസയിലെ വെടിനിർത്തലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം അദ്ദേഹം മുൻഗണന നൽകിയ വിഷയം. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ മറ്റൊരു വിജയമാണ് ലേബർ പാർട്ടി നേതാവ് ജെമി കോർബിൻ്റേത്. പുതിയ പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാർമറുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം സ്വതന്ത്രനായി മത്സരത്തിനിറങ്ങുന്നത്. ഫലസ്തീനെക്കുറിച്ചാണ് ജെർമി സംസാരിച്ചതും. വിജയശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: പുതിയ സർക്കാരിന് വേണ്ടിയുള്ള ഞങ്ങളുടെ സന്ദേശം, ഞങ്ങൾ ഫലസ്തീന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് പിന്നോട്ടു പോകില്ല. 5 സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു എന്നത് മാത്രമല്ല, നിരവധി മണ്ഡലങ്ങളിൽ ഫലസ്തീന് വേണ്ടി സംസാരിച്ചവർ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരിക്കുന്നു എന്നതും കൂടിയാണ് പ്രധാനം. ക്രീസ്മാൻ്റെ വലം കൈയായ വെസ്റ്റ് സ്ട്രീറ്റ് ഇൽഫോർട്ട് നോർത്ത് മണ്ഡലത്തിൽ വെറും 526 വോട്ടിനാണ് വിജയിക്കുന്നത്. ലെന അഹമ്മദ് എന്ന 24-കാരിയാണ് ഇവിടെ 2ാം സ്ഥാനത്തെത്തിയത് എന്നോർക്കണം. 1948 ഹൈഫയിൽ നിന്ന് അഭയാർത്ഥികളായി ബ്രിട്ടനിലേക്ക് വന്നയാളുടെ കൊച്ചുമകൾ. എന്തിനേറെ, പ്രചാരണത്തിൻ്റെ തുടക്കത്തിൽ ഗസക്കെതിരെ ശബ്ദിച്ച സ്റ്റാർമർക്കും അവസാന ഘട്ടത്തിൽ സ്വരം മാറ്റേണ്ടി വന്നു. 2023 ഉടലെടുത്ത TMV ദ മുസ്ലിം വോട്ട് എന്ന ഒരു നോൺ പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പിനും നിർണായക പങ്കുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സംഘടിതമായ ക്യാൻവാസിംഗ് നടത്തിയിരുന്നു അവർ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികളാണ് വിജയിച്ചവരെല്ലാം. ഫ്രാൻസിലേക്ക് പോയാൽ തീവ്ര ഇടതുപക്ഷ പാർട്ടിയാണ് അവിടെ അധികാരത്തിലെത്തിയിരിക്കുന്നത്. തീവ്രമായ ഇസ്ലാമോഫോബിക് നിലപാടുള്ള രാജ്യമാണ് ഫ്രാൻസ്. പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ഒന്നടങ്കം ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷത്തിൻ്റെ വിജയം ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് ഇടതുപക്ഷ പാർട്ടിയുടെ വിജയം പ്രവചിച്ച് എക്സിറ്റ് പോൾ വരുന്നത്. ഫ്രാൻസിൽ നടന്ന വിജയ റാലിയിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ഇടതു പാർട്ടി നേതാവ് ആദ്യമായി പറയുന്നത് തന്നെ ഫലസ്തീനെ അംഗീകരിക്കും എന്നാണ്. ഫ്രാൻസിൽ 5 ലക്ഷത്തോളം വരുന്ന ജൂത സമൂഹത്തെ ഞെട്ടിക്കുകയാണ് ഫലമെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഗസയിലെ ഇസ്രായേലിലെ ആക്രമണം കാതങ്ങൾക്കപ്പുറത്തുള്ള ബ്രിട്ടനിൽ പോലും ഒരു പുതിയ രാഷ്ട്രീയ ഘടകം രൂപപ്പെടാൻ കാരണമാകുന്നു എന്നത് നൽകുന്നത് അതിരില്ലാത്ത പ്രതീക്ഷയാണ്. രാഷ്ട്രീയമായ ഒരു ജയത്തിലേക്ക് ഫലസ്തീൻ ജനത നടന്നെടുത്തു. ഇക്കാലം അത്രയും തുടർന്ന ഇസ്രായേൽ അധിനിവേശങ്ങളും അതിക്രമങ്ങളും കുറച്ചു ദിവസങ്ങൾ മാത്രം വാർത്തകളിൽ നിറയുകയും പിന്നീട് മറവിക്കയത്തിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തിരുന്ന അവസ്ഥയിൽ നിന്ന് ഫലസ്തീൻ എന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടായിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് UK-യിലെയും ഫ്രാൻസിലെയും ജനങ്ങൾ വിധിയെഴുതിയ തിരഞ്ഞെടുപ്പുകൾ. ഫലസ്തീന് വേണ്ടി സംസാരിച്ചതിന് വോട്ട് പോയെന്ന് വിലപിക്കുന്ന കേരളത്തിലേതുൾപ്പെടെ പ്രബലമായ പാർട്ടികൾക്ക് ഒരു പാഠം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ.